another video. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ച ഹാർഡ് കോർ സീരീസ് എന്തായാലും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസും കൂടി തുടങ്ങിയേക്കാം എന്ന്. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റിൽ പറയണം. ഓക്കെ, പിന്നെ ഇതിൽ ഷെയ്ഡേഴ്സ് ആഡ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ എന്നോടൊന്ന് കമൻറ്റിൽ പറയണം. നമുക്ക് ഇതിൽ ഷെയ്ഡേഴ്സ് ആഡ് ചെയ്താൽ ഇതിൻ്റെ ലുക്ക് തന്നെ അങ്ങാണ് മാറ്റാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ദ വേൾഡ്. ആദ്യം തന്നെ നമുക്ക് എന്താ ഓപ്പ് ചെയ്യാം. മരമൊക്കെ വെട്ടിത്തെളിച്ച് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കി എവിടെയെങ്കിലും ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ കൊള്ളാറുണ്ട്. ഒരു ബെഡ് ഉണ്ടാക്കണം, അതാണ് ബെഡാണ് അത്യാവശ്യം. ഇതും കൂടി പൊട്ടിച്ച ആയി. ഇരിക്കാൻ ആടാ ഏതാ നമ്മുടെ ലുക്ക് കണ്ടു. അമ്പ് ഒരു ജെട്ടിയൊക്കെ ഇട്ട് ഏതാ നമുക്കാദ്യം 4-5 സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒരു ആക്സ് ഒരു പിക്കും ഉണ്ടാക്കിയ ഓക്കെ ആയി. ഓക്കെ ഇതെടുത്തോ. എന്തായാലും നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കൂല. അതുകൊണ്ട് ഈ ഒരു ട്രീയും കൂടി ഞാൻ എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടാം. എന്താണെന്ന് വെച്ചാൽ സ്നോ ബയോം എൻ്റെ ഫേവററ്റ് ബയോം അല്ല. എനിക്ക് വലിയ താല്പര്യമില്ല ഒരു സ്നോ ബയോമിൽ വീടൊക്കെ ഉണ്ടാക്കാൻ. ബിക്കോസ് സ്നോ ബയോം ഇച്ചിരി ശോകമാണ്. അണ്ടർസ്റ്റാൻഡ്. വെയിറ്റ് ഒറ്റ സെക്കൻഡ്. ഓക്കെ കമോൺ. മൗസിന്റെ ചാർജ് കയറുന്നു അല്ലേ. കമോൺ. സോ ഇവിടെ നിന്ന് ഇറങ്ങാം. ഈ സ്ഥലം ഒരു സുഖമില്ല കാണാനും ഒരു സുഖമില്ല. ഫുഡ് ഉണ്ട്. ഇതാ ഫുഡ് കൊള്ളാം. ഫുഡുണ്ട്, നല്ലൊരു അഡ്വാൻറ്റേജ്. ചെറിയ ഉണ്ടാവും. ശരിയാ ചെറിയ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ. ചെറിയ എടുത്തേക്കാം. അതിനെ കുറച്ച് ഓർത്തില്ലടേ. ഇപ്പൊ കണ്ടപ്പോ ഓർത്ത്. 5 ഉണ്ട്, കുഴപ്പമില്ല. 5 സ്റ്റോൺ എടുത്തേക്കാം. അതായത് ഇവിടെ നിന്ന് എടുക്കാം. കുറച്ച് സ്റ്റോൺ എടുക്കണം. സ്റ്റോൺ പിക്കും സ്റ്റോൺ ആക്സും എടുത്തിട്ട് ഒരു ഫർണൈസ് ഉണ്ടാക്കാനുള്ള അത്രയും കബിൾ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തെറിക്കാം. ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. സ്നോ വില്ലേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് സ്നോ വില്ലേജിന് ലൂട്ട് എടുത്തിട്ട് സാധാരണ ബയോം എത്തണ വരെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ സ്പ്രൂസ് ബയോം ജംഗിൾ ആണെങ്കിലും കുഴപ്പമില്ല. സ്നോ ബയോം നോട്ട് മൈ ഫേവറേറ്റ്. ഓക്കെ, ഫർണൈസ് ഉണ്ട്. ആക്സ്, പിക്ക്. ഓക്കെ, ആക്സും പിക്കും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് പോകാം. ഒരു 2-3 കൂടി എടുത്തേക്കാം. ആവശ്യം വരും. ഇത് ഇവിടെ വെച്ചേക്കാം. ഇതിന്റെ ആവശ്യമില്ല. ഇതും ഇട്ടേക്ക്. ഓക്കെ, കമോൺ ഗൈസ്, ജെർണി തുടരാം. എനിക്ക് തോന്നണം അടുത്ത് തന്നെ ഉണ്ടാവും. ബിക്കോസ് നോ അടുത്ത് തന്നെ ഒന്നും ഇല്ലെന്നാ തോന്നണം. അങ്ങോട്ടും ഇനി ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ബിക്കോസ് അവിടെയും ഫോറസ്റ്റ്. ഇപ്പൊ വീണാനെ. കോളുണ്ട്. കോളെടുത്താ കൊള്ളായിരുന്നു. ഇപ്പൊ എങ്ങനെ എടുക്കും അത്? ഇവിടെ പോവാ. വീഴാതിരുന്നാ മതി അടിയിലോട്ട്. ഇവിടെ എവിടെയാ? അതെ, വീടല്ലേ. അത്യാവശ്യം കോളുണ്ട്. നല്ല ആഴമുള്ള വേവാണെന്ന് തോന്നുന്നു. അല്ല കുറച്ചുള്ളു. അടിയിലോട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഐ വാസ് റൈറ്റ്. അടിയിലോട്ടുണ്ട്.
ഓ ഇവിടെ അയണം ഉണ്ടല്ലോ. പിക്കുണ്ടാക്കാനുള്ള അത്ര അയണം കിട്ടി, അത് മതി. പിക്കാക്സ് ആവും അപ്പ. ഇവിടെ നീ കോൾ കൊടുത്തേക്കാം. കോളിന്റെ നല്ല ആവശ്യമുണ്ടാ. സോ യാ ഗൈസ്, ബയോമൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ രാത്രിയും ആയേനെ. അപ്പൊ ഞാൻ ദേ ഇവിടെ ഒരു KV കയറി അങ്ങാട് ഇരുന്ന്. ഉറങ്ങാനും പറ്റില്ല ബെഡില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നൈറ്റ് മൊത്തം KV സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച്. ഇവിടെ ഞാൻ കുറച്ച് റാബിറ്റിനെ കൊണ്ടായിരുന്നു. റാബിറ്റിന്റെ ഫുഡ് കിട്ടിയിട്ടുണ്ട്, റാബിറ്റിന്റെ തോല്. പിന്നെ അതുകൊണ്ട് അയണും ഉണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി വേറെ ബയോമിലെത്തുമ്പോ വാട്ട് ഗൈസ്, ഞാനിവിടെ ബയോമിന്ന് ഇറങ്ങാൻ നോക്കണ സമയം പെട്ടെന്ന് ഒരു ഇത് കണ്ട്, വില്ലേജ് കണ്ട്. അതിന്റെ അടുത്ത് തന്നെ ഇതേ തോണ്ടേ നോക്കി റൂയിൻ പോർട്ടല്. അമ്പോ ഫുഡും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണായിരുന്നു. മനസ്സിലായോ? ഈ ഐഡിയ ഇല്ലാതെ ഇരിക്കുവായിരുന്നു. എന്റെ കയ്യിൽ ഇതേ ഫുഡും തീർന്നു. ഐഡിയായി. അയ്യോ, ചാവാതിരുന്നാ മതി, അത്രേ ഉള്ളു. വാ, ഹൗസിലൊക്കെ ഒന്ന് കേറി ഇറങ്ങാം. അത് ജസ്റ്റ് എടാ ഒന്നുമില്ലടേ. ഇതൊക്കെ എന്തിത്? ഇതൊക്കെ ആർക്ക്? ഇതൊക്കെയാണ് എടുത്തേക്ക് ഓർമ്മ വീതം കയ്യിലിരിക്കട്ടെ, ആവശ്യം വരും. ബെഡ് കിട്ടി, ബെഡും കിട്ടി. എന്ത് 2 ബെഡ്? എന്തായാലും ഇന്നിവിടെ മാൻഡേയും വേണ്ട. എടാ ഞാൻ പിന്നെ ആ KVന്ന് എനിക്ക് അയൺ കിട്ടിയല്ലോ. ഞാനിപ്പോ വിചാരിച്ച അയൺ പിക്കാക്സ് എടുത്തേക്കാം എന്ന് വിചാരിച്ച് അയൺ പിക്കാക്സ് അങ്ങനെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ വലിയൊരു ഗെയിം ഉണ്ട് കേട്ടോ. മറ്റേ ഈ ഭൂമി പുലർന്ന പോലെ ഉണ്ട് ഇവിടെ. എല്ലാ വലിയ ഗെയിമാന്ന് നോക്കിയേ. അതിന്റെ മണ്ടൊക്കെ ആയിട്ടൊരു വീടും ഉണ്ട്. ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇതിന്റെ അകത്ത് കേറാൻ പറ്റുമോ? എടീ ഇതിന്റെ അകത്ത് എങ്ങനെ കേറുവടേ? എന്തൊരു സ്പോൺ ഇത്. എടേ ഇപ്പൊ തീർന്നാനെ ഇങ്ങനെ രക്ഷിച്ചേക്കാം. ഞാൻ ഓവാണെന്ന് വിചാരിച്ച്. അതല്ലേ പെട്ടെന്ന് കിടങ്ങിപ്പോയി. എടേ നീല സോപ്പൊന്നും ഇടണ്ട, പച്ച കളറും കാണിച്ച് സോപ്പ് ഇടണം അവൻ. ശരിയാ, സ്പോൺ പോയിന്റ് സെറ്റാക്കി. ആ കുഴപ്പമില്ല. യെസ്, അയൺ കുറെ അയൺ കുറവൊന്നും കിട്ടണില്ലെന്നോ. ഇത് ക്യാരറ്റ് പൊട്ടറ്റോ. അമ്മോ, ഫുഡായി ഗൈസ്, ഫുഡായിട്ടുണ്ട്. അത്യാവശ്യം ഫുഡായി. യെസ്, വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഫുഡ് കിട്ടി, അത് മതി. മേലോട്ട് കയറി കഴിഞ്ഞു. പിന്നെ അയണിക്ക് കിട്ടണ്ടല്ലോ. അത് ഇവിടെയൊക്കെ അയണുണ്ട് കേട്ടാ. ഇത്രയും നേരം കോള് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന വെച്ച് അയൺ കിട്ടണ്ട്. അത്യാവശ്യം അയൺ കിട്ടണ്ട്. സോ ഇതെന്താ ബ്ലാക്ക് സ്മിത്ത് ആണോ? അയ്യോ ഗൈസ്, അമ്പേ, ഫുഡിന് ക്ഷാമമില്ല. ഇനി ഒന്നിനും ക്ഷാമമില്ല. അത് സാപ്ലിങ്സും കിട്ടി, അത് എടുക്കാം, ഇത് ആവശ്യമില്ല. യു ലുക്ക് അറ്റ് ദാറ്റ്. ഇത് ഇവിടെ ഉണ്ടല്ലോ, അമ്പേ കിട്ടിയട. ആ ബണ്ടല് ആവശ്യമായിരുന്നല്ലോ, ഇത് ആവശ്യമുണ്ട്. ഇത് വേണം. അപ്പൊ ചെയ്യാൻ കൊറേ ജങ്ക് ഉണ്ട് കയ്യില്. കൊറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊറേ ഉണ്ട്. ഇൻവെന്ററി ഇപ്പൊ ഫുള്ളാവല്ല. ഇത് എന്തിത്? ഇതിന്റെ അകത്തൊന്നുമില്ല. ഇതിനകത്തൊന്നുമില്ല. ഇത്ര ഉള്ള വീടൂടാ? 3 വീടുള്ള അത് എവിടെ ഉണ്ടല്ലോ. 2 വീടും കൂടി ഉണ്ട്. ചെറിയൊരു വില്ലേജാ, ബട്ട് നല്ല രസമുണ്ട് കാണാൻ. നൈറ്റ് ടൈം
ഇനിയിപ്പോ നൈറ്റ് ടൈം ആയ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായോ? ബെഡല്ലേ ഇരിക്കണ, ഇനി എന്ത് പ്രശ്നം? ആരെ പേടിക്കാൻ? സോ ഇനി ഞാൻ ബയോം കണ്ടെത്തിയിട്ട് റെക്കോർഡാക്കാം. കുറച്ച് ഓടിയായിരുന്നു. ഓടി ദേ പിന്നെ ഇതിപ്പോ എന്തോ 4ാമത്തെ വില്ലേജ് 5ാമത്തെ വില്ലേജ് എന്തോ ഇതിപ്പോ ഇത്രാമത്തെ വില്ലേജ്. ഓടി നമ്മ ബയോമൊന്നും എത്തിയില്ല, പക്ഷെ കുറെ വില്ലേജ് എത്താണ്ട്. ഈ വില്ലേജ് ഞാൻ ഇപ്പൊ അയൺകോളത്തിനടുത്ത്, പക്ഷെ 4-5 വില്ലേജ് ആയല്ലോ, അതുകൊണ്ടാണ് ആ 13 അയൺ. ഇൻവെന്റോറി ഏകദേശം ഫുള്ളായി. കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ബെഡൊക്കെ സെറ്റായി. ഇനി എന്തുവാടാ, ഒന്നുമില്ല പ്രത്യേകിച്ച് എടുക്കാനായിട്ട് അങ്ങനെ, മനസ്സിലായോ? 7 ലാൻഡ് എടുക്കണം. ലാൻഡ് വേണോടാ, എനിക്ക് ഉണ്ടാക്കാൻ മടിയാന്നേ. വെറുതെ ഇതിനാ അയൺ ഉണ്ടാക്കണടാ, അയണിങ് ഗട്സ് കളയാൻ. വെറുതെ അയണിങ് ഗട്സ് കളയണം. ഇത് കൊടുത്തേക്കാം, ഇത് നല്ലതാ, പൊളി. ഇതൊക്കെ ഞാൻ തുറന്ന് നോക്കിയതാ. അല്ല, ഞാൻ തുറന്ന് നോക്കിയാ, പ്രത്യേകിച്ചൊന്നുമില്ല. സോ അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ഓക്കെ, സോ ഇതിന്റെ അടുത്ത പാർട്ട് ഷോർട്ട്ലി വരുമായിരിക്കും. സോ യാ, അയ്യോ, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനെ എടുത്തേക്കാം, അത് മറന്നു പോകും. ഓക്കെ, ഇനി മലയുടെ അപ്പുറത്ത് ഉണ്ടെന്ന് തോന്നി. ഇവിടെ സാധാരണ ബയോമല്ല, ഇത് മൊത്തം കല്ല് പോലത്തെ ബയോമാ. ഇവിടെ മുറ്റിനുമായി കേവാന്നേ. ഒന്ന് കാല് തെറ്റി അറിയാതെ കണ്ണിതാക്കി ഓടിയാ ഇപ്പൊ കിടക്കും കേവില്, തീർന്നു. അയണും ഉണ്ട്. സോ ഈ അയണം കൂടി എടുത്തിട്ട് അപ്പോ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം ഗൈസ്. ബാക്കി നമുക്ക് ഹൗസ് ബിൽഡിങ് കാര്യങ്ങൾ, നമുക്കിനി ആർമർ ഉണ്ടാക്കണം. കുറച്ച് പണിയുണ്ട് ഗൈസ്, കുറച്ച് പണിയുണ്ട്. എമറാൾഡ് വരെ, എമറാൾഡൊക്കെ വെറുതെ കിടക്ക, കണ്ടിട്ട് കൊതിയാവാൻ. ഇങ്ങനത്തെ നല്ല അയണും എമറാൾഡൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമാ, മനസ്സിലായോ? ഇവിടെ കവ്വൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. സോ അടുത്ത വീഡിയോ വരെ, see you guys.